അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, അപ്പം അപ്പനെ ഓർമ്മപ്പെടുത്തും. ജീവൻ അമ്മിഞ്ഞു തന്ന അമ്മയെ ഓർമ്മയിൽ കൊണ്ടുവരും. മാതാപിതാക്കൾക്ക് കരണീയമായ കർമ്മങ്ങൾ കൊണ്ട് സ്നേഹവും ആദരവും ബഹുമാനവും അവരുടെ വാർദ്ധക്യത്തിൽ നൽകേണ്ടത് നൽകാനും ശ്രദ്ധിക്കാതെ മക്കൾ പറന്നാൽ ആ പറക്കലിൻ്റെ ഊറ്റം ഒന്ന് കുറയും. ഇന്ന് അനാഥരായ അഗതികളെ പോലെ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ ചേക്കേറുമ്പോൾ ചില ആളുകൾ അവിടെ സദ്യ കൊടുത്ത് ബാക്കി വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ വിളമ്പുവാൻ വേണോ എന്ന് ആരാഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ സദ്യ വിളമ്പും മുൻപേ 50, 100, 200 ഉള്ള വൃദ്ധസദനങ്ങളിലെ അനാഥരെ പോലെ കഴിയുന്ന എന്നാൽ സമ്പന്നരായി അമ്മിഞ്ഞ ഊറ്റിക്കൊടുത്തവരും അപ്പം നൽകാൻ വേണ്ടി, അന്നം നൽകാൻ വേണ്ടി സ്വന്തം ജീവനെയും ജീവിതത്തെയും സൂര്യതാപത്തിൽ ഉടയാൻ ഇട്ട അപ്പനെയും അച്ഛനെയൊക്കെ കളഞ്ഞ് കഴിയുന്നവരുണ്ട്. ഫാഷൻ പരേഡ് പോലെ ചില ആർഭാട സംഘങ്ങൾ ഈ അനാഥ മന്ദിരങ്ങളിലെ അഗതികളായി കഴിയുന്ന മാതാപിതാക്കൾക്ക് 5 കൂട്ടം കറികളോടുകൂടി ഭക്ഷണവും കേക്കും പൂക്കളുമായി വരുന്ന കാഴ്ചകളും ഇന്ന് കാണാം. ഒരു ഫാഷൻ പരേഡ്. പ്രിയപ്പെട്ടവരെ, അപ്പം തന്ന അപ്പനെയും അമ്മിഞ്ഞു തന്ന അമ്മയെയും മറന്ന് കളിക്കരുത്. അത് സ്വന്തം ജീവനെയും ജീവിതത്തെയും മറന്ന് ആറ്റിൽ ചാടും പോലെ ഇരിക്കും. ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.